എല്ലാവർക്കും ഡിവാൻഡേക്കിലേക്ക് വേണ്ടി സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 12 വോൾട്ട് വെച്ച് ഒരു ചൂലുണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ വേണം. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ മോട്ടർ അരക്കാലിച്ച് ഇവിടെ മോട്ടർ വെച്ച് നമ്മൾ മെഷീൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സബ്സ്ക്രൈബ് പറഞ്ഞായിരുന്നു ഒരു 12 വോൾട്ടിൻ്റെ മോട്ടർ വെച്ച് ഈ ചൂലുണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു 12 വോൾട്ടിൻ്റെ ഒരു മോട്ടർ എടുത്ത് നമ്മളത് ആ ഒരു ചെറിയ ഒരു സംഭവം നമ്മളുണ്ടാക്കി, ചെറിയ മെഷീനാണ്, അത് എടുത്തുകൊണ്ട് നടക്കാൻ സുഖമാണ്. പിന്നെ എന്തുകൊണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ആശം ഒരുപാട് കുറവ് മതി. നമ്മളധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബോക്സ് ആണ് എടുത്തേക്കുന്നത്. ബോക്സ് എടുത്തിട്ട് ഈ ഹോൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോട്ടറുണ്ട്, നമ്മുടെ മോട്ടറാണിത്. ഇത് അത്യാവശ്യം നല്ല ടോർക്കുള്ള ഒരു മോട്ടറാണ്, RPM കുറവാണ്. ഇത് നല്ല വലിയ മോട്ടറാണ്, 12 വോൾട്ട് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കയറിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെടുത്തേക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ നേരെ എടുത്തിട്ട് ഇപ്പോൾ ഉള്ളോട്ട് കറക്റ്റായിട്ട് ഇറക്കിച്ചാൽ മതി. സെറ്റായിട്ട് അതുപോലെ നമ്മൾ ഈ ഒരു പീസ് തെളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൗണ്ട് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ഇളക്കൂലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോട്ടർ ഇളക്കൂലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ഹോൾ അടിച്ച് വെച്ചേക്കുന്നത്. ഈ സാധനം നമ്മൾ നേരെ മോട്ടോടെ ഇറക്കി കൊടുക്കുക. ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മോട്ടറിൻ്റെ പണിയായതുകൊണ്ടൊക്കെ തീർന്നു. ഇനി ഇതിപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തൊരു കഷ്ണം ഇത് നമ്മളിങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കട്ട എടുത്തേക്കുന്നത് നമ്മളിങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കളയും എന്തായാലും. നമുക്കിനി ഇത് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അലൈൻമെൻറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വീല് സെറ്റ് ചെയ്തിട്ടാ ഇത് കറക്റ്റ് അലൈൻമെൻറ്റായിട്ട് നമ്മൾ MC-ലിട്ട് ഒട്ടിച്ചേക്കണത്. അത് മെയിനായിട്ട് ഒരാളിങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യണില്ല. ഒരു പുള്ളിക്ക് പറഞ്ഞാൽ 12 വോൾട്ടിൻ്റെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറഞ്ഞാലാണ് നമ്മൾ ചെയ്തേക്കണത്. ഇനി ഇതുമ്പോൾ റബ്ബർ നമ്മൾ ചുറ്റാൻ പോയാണ്. അപ്പോൾ അടുത്ത വീല് വരുന്നത് ഇവിടെ ഉണ്ടാ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ ഈ ട്യൂബ് എടുത്തേക്കാണ്. ട്യൂബ് റബ്ബർ പൊതിയാൻ പോയാണ് നമുക്ക് ഈ റബ്ബർ ബുഷ് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടാത്തതാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് പൊതിഞ്ഞെടുക്കാതെ ഈ റബ്ബർ പൊതിയാൻ വേണ്ട, അത് നമ്മൾ പശല ഒട്ടിക്കണത്. മെയിനായിട്ട് നമുക്ക് ഈ റബ്ബർ ഇവിടെ മേടിക്കാൻ കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. നമ്മളൊരു സംഭവം ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ചെയ്യണത്. ഇങ്ങനെ റബ്ബർ എടുത്ത് നമ്മളിപ്പോൾ ശരിക്കും ഇത് റബ്ബറിൻ്റെ ഒരു കട്ടയായിരിക്കണം. പക്ഷെ നമുക്ക് റബ്ബർ കട്ട കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ. ഇതുപോലെ നമ്മൾ പൊതിഞ്ഞെടുത്തേക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് നമ്മൾ എടുക്കുകയാണ്.
നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യണില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത്. പക്ഷേ നമ്മളൊരു വലിയൊരു വർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാ വീഡിയോസിനും രാത്രിയാണ് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതുകൊണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുത്തിട്ടൊക്കെ വേണം ഈ വീഡിയോസ്, ആ വലിയൊരു വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ട് പണി കളഞ്ഞാൽ അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് കാരണം അത് എല്ലാവർക്കും ഒരു ഗുണമുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ എന്ത് വന്നാലും ഞാൻ അടുത്തതിന് ആ വീഡിയോസ് നമ്മൾ പുറത്തിറക്കുന്നുണ്ട്. അതായതുകൊണ്ട് ഞാൻ ഇത്ര നാൾ വീഡിയോസ് ഇടാണ്ടിരുന്നത്. അതിൻ്റെ പിന്നാലെ നടക്കണതാണ് നമ്മൾ ആ വീഡിയോസ് ചെയ്യാനായിട്ട് ഈ വേറൊരു മറ്റുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കട്ട കൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഇതുമേ ഇതുപോലെ റബ്ബർ സെറ്റ് ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുമേ റബ്ബർ സെറ്റ് ചെയ്യാം. അടുത്ത ഘട്ടം എല്ലാം പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഹോള് നമ്മൾ അടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബെയറിങ് കിടക്കണം കേട്ടോ. ഇവിടെ മുകളിലും ബെയറിങ്ങാണ് നമ്മൾ ഇട്ടേക്കണത്. അപ്പോൾ ഒരു 8 ബോൾട്ടും ആണ് ബോൾട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇത് തിക്കൻസിന് വേണ്ടി ചെറിയൊരു തകിട് വെച്ച് കൊടുത്താൽ ഇത് ഇത്തിരി ലൂസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ തകിട് വെച്ചാൽ നമ്മൾ ഇത് കറക്റ്റ് ടൈറ്റ് ആക്കിക്കണം അലൈൻമെൻറ്റ് വേണം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇനി ഇവിടെ മുട്ടിച്ച് വെച്ചുകൊണ്ട് നമ്മളിതിന് മാർക്ക് ചെയ്യണ്ട. ഇവിടെ മാർക്ക് വീണിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് തുളച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യണത്. പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊണ്ടുണ്ട്. ടൈറ്റ് ചെയ്യണം. ഇട്ട് ലൂസായി പോയി ടൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ചെയ്യും. പണിയെടുക്കാം. ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞ് ഇന്ന് ടൈറ്റ് ചെയ്യേണ്ട സാധനം അത് ഞെട്ടൊന്നും ടൈറ്റ് ചെയ്യാണ്ട് വേറെ പണിയൊന്നുമില്ല. നമ്മുടെ പണിയൊക്കെ അതിനകത്ത് തീർന്നിരിക്കുകയാണ്. വെറുതെ ജസ്റ്റ് കറക്കി കൊടുക്കുക. നമ്മൾ 12 വോൾട്ട് ബാറ്ററിയാണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം സ്പീഡിൽ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ RPM കൂടുതലാണെന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ലോണം കറങ്ങാനുണ്ട് സാധനം. അപ്പോൾ നമ്മൾ ഈ ഒരു ഈർക്കിലെടുത്ത് ടെസ്റ്റ് അടിച്ച് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഈ 12 വോൾട്ട് സാധനം വർക്കൗട്ട് ആയി നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള സെറ്റപ്പ് ബ്ലേഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം തീർന്നേക്കേണ്ട നമ്മൾ പണി ഫിനിഷിങ് ആയി. അപ്പോൾ നമുക്കിന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുകൊണ്ട് നമ്മളൊരു അഡാപ്റ്റർ എടുത്തേക്കാണ്. 12 വോൾട്ടാണ് അതിൻ്റെ അഡാപ്റ്റർ വന്നേക്കണത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് കണ്ട നമ്മൾ വെച്ചേക്കണത് ഇത്തിരി വലിയ മോട്ടറാണ്. നമ്മുടെ നമ്മളൊരു ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്നൊരു മോട്ടറാണത്. അപ്പോൾ അതാണ് അത് വെച്ച് മാത്രമുള്ളത് 12 വോൾട്ടാണത്. അപ്പോൾ നമുക്ക് വൈപ്പറിൻ്റെ മോട്ടർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് 12 വോൾട്ടിൻ്റെ കുറച്ച് ടോർക്ക് കൂടിയ മോട്ടർ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ടെങ്കിൽ ഇത് എടുത്തുണ്ടാക്കാൻ എളുപ്പമാണ്. അധികം വീതി നീളമൊന്നുമില്ല. നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇത്തിരി വീതി കൂടിപ്പോയി ഒരു 6 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് നീളവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് നടക്കാം. വെയിറ്റ് ഒട്ടുമില്ല. പിന്നെ കറണ്ടാശം ഒരു ഭയങ്കര ലാഭമാണ്. 12 വോൾട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ എന്തോരം കറണ്ടാശം. മറ്റേതാകുമ്പോൾ മറ്റേ വാഷിംഗ് മെഷീൻ്റെ മോട്ടർ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കറണ്ടാശാവും. ഇതിപ്പോൾ അത്രയും കറണ്ടാശം നിസ്സാര കറണ്ടാശം വരുമ്പോൾ നമുക്ക് ഇത് ഈർക്കിലോ നമുക്ക് അല്ല ഓല ഒന്ന് കീറി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ചെയ്യണ്ട. നമ്മൾ ഓല ഈ പറഞ്ഞിട്ട് ഈ കീറൻസ് ചെയ്ത് നല്ല ഈർക്കിൽ എടുക്കുന്ന നല്ല
പെർഫെക്റ്റായിട്ട് ഈ സാധനം പോകേണ്ടത്. നമ്മൾ ഇത്ര മങ്ങാട് വിചാരിച്ചില്ല. അതായത് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു 90-99% നമ്മുടെ ഈ ഓല ഈർക്കിലും ഒരു തരി പോലും ഓലയില്ല അത്. ഇത്തരം ഒരു പെർഫെക്റ്റ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്നും മെയിനായിട്ട് അത് കറണ്ട് ആവശ്യം ഒരുപാട് ലാഭമുണ്ട്. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യണതും 230 വോൾട്ടിൽ വർക്ക് ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് നിസ്സാര ഒരു കറണ്ട് ആവശ്യം വരുവുള്ളൂ. അത് എന്തായാലും നമുക്ക് നമ്മുടെ ഒരു സംഭവം അത് വിജയിച്ച് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ സാധനം എന്തായാലും. അപ്പോൾ ഈർക്കിലി അല്ല ഓലയമേത് നമുക്ക് ഈർക്കിലി നമ്മൾ ചീവ് എടുത്തിട്ടാണ്. അതായത് നമുക്കൊരു 99% ഇതിൽ ഓലകൾ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓല കേടുണ്ടായി തോന്നുന്നത്. ഇത് ഓല കേടാണ് ഈ ഓല. അപ്പോൾ ബാക്കിയുള്ള ഓലക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയേക്കണത്. അതായത് എന്താ സംഭവം, നമുക്ക് മെയിനായിട്ട് സ്ഥലം കുറച്ച് മതി. ഇത് എടുത്തുകൊണ്ട് നടക്കാൻ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, കുഞ്ഞു മെഷീനാണ്. പിന്നെ നമുക്ക് കറണ്ടാശ് വളരെയധികം ലാഭമാണ്. മറ്റേ നോക്കുമ്പോൾ നേരെ കാലച്ച് ഇവിടെ മോട്ടർ നോക്കുമ്പോൾ അതിൻ്റെതായ കറണ്ടാശ് വരും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചീവി ഇട്ടത്, ഈ സൈഡാണ് നമ്മൾ ചീവി ഇട്ടത്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടാശ് വളരെയധികം കുറച്ച് മതി. പിന്നെ 12 വോൾട്ടിലാണ് ഈ സാധനം വർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് സ്ഥലം അധികം വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന മെഷീൻ ഇത്തിരി വലുതായി പോയി. അത് നമുക്കൊരു 6 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് നീളം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടിങ്ങനെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.